അപ്പോൾ ഗൈസ് ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നൊരു ഗ്യാസ് ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നുള്ള കാര്യം നമ്മൾ ചെറുതായിട്ട് മൈനിങ്ങിന് പോവുക. കാരണം വെച്ചാൽ ഗ്യാസ് ഫാം ഉണ്ടാക്കുമ്പോൾ കുറേ കുഴിച്ചാട്ടണം. നെതറിൻ്റെ മേലെ പോയിട്ട് കുറേ നെതറാക്കി കുഴിച്ചാട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു ഡയമണ്ട് പിക്കാസ് കിട്ടുക നോക്കണം. അപ്പോൾ ഇന്നത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒന്ന് കുറച്ച് ഡയമണ്ട് കണ്ടുപിടിക്കണം, ഒരു കേവ് കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ ഗൈസ് ഞാൻ താഴൊക്കെ കുഴിച്ച് വെച്ച് നേരെ നമ്മൾ മൈനിങ് ഏരിയയിൽ താഴോട്ട് കുഴിച്ച് പോയിട്ട് വല്ലതും കിട്ടാൻ നിങ്ങളെ അറിയിക്കുക, കേവോ ഡയമണ്ടോ കിട്ടാൻ നിങ്ങളെ അറിയിക്കുക. ഗൈസ് നമ്മൾ ആ വഴി അങ്ങനെ നേരെ പോകുമ്പോൾ താഴേക്ക് പോകാൻ പോയി. പക്ഷേ നമ്മൾ വേഗം മേലേക്ക് കയറി. പിന്നെ താഴേക്ക് ഇനി മൊത്തം ഒന്ന് ടോർച്ച് വെച്ചിട്ട് അതൊക്കെ എന്താ ലൈഫ് കൊണ്ടാൻ മനസ്സിലാവും. ഇനി അതിലെ ലൈഫും കൂടിയേ ഉള്ളൂ. മിസ്സായിരുന്നു ഗൈസ്, നമ്മൾ ചാവേണ്ടി രക്ഷപ്പെട്ടെ. ഞാൻ വെച്ച് ചത്തുന്നായിരുന്നു ഗൈസ്. എന്നാൽ മേലെ പോയിട്ട് കുറച്ചും കൂടി ചോർച്ചും ഫുഡെല്ലാം കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും കേവ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് താക്കി നോക്കാം വല്ലതും കിട്ടുമെന്ന്, വല്ല ഡയമണ്ടോ കിട്ടുമെന്ന്. കുറച്ച് ടോർച്ച് ഉണ്ടാക്കി വെച്ചിന് ഗൈസ്. ഈ സ്കെൽട്ടൻസാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. ബാക്കി എല്ലാത്തിനും കഴിക്കാം, ഈ സ്കെൽട്ടനെ മാത്രം കഴിക്കാനാവില്ല ഗൈസ്. അപ്പം നമുക്ക് നേരെ ഒന്ന് മൊത്തം ടോർച്ച് വെച്ച് വെക്കാം. ഈറ്റിങ്ങളെല്ലാം കൊല്ലാൻ നിന്നാൽ പിന്നെ അതിനെ സമയം ഉണ്ടാവും. അപ്പോൾ വേഗം ഒന്ന് ടോർച്ച് വെച്ച് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഗൈസ്. അങ്ങോട്ടെല്ലാം ഞാൻ നേരത്തെ കുറച്ച് ടോർച്ച് വെച്ചിരുന്നു. ബാക്കി സ്ഥലത്തും കൂടി അതിന് ടോർച്ച് വെച്ച് നോക്കാൻ വല്ലതും ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുമോ നോക്കാൻ. പിന്നെ ഗൈസ് കണ്ടേ, ഇവിടെ വലിയൊരു ഗെയിമാണിത്. അവിടെ ചെറുതായ ഒരു മൈൻ ഷാഫ്റ്റും കാണുന്നുണ്ട്. അവരെല്ലാം നമുക്ക് പോകണം ഗൈസ്. ഇപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അങ്ങോട്ടേക്ക് കുറച്ചും കൂടി ചെറുതാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് വല്ലതും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കിട്ടുമോ നോക്കാം ഗൈസ്. പിന്നെ ഇവിടുത്തെ സ്ലൈം ചങ്ക് കൊണ്ട് അത് അത്രയും നന്നായി. അപ്പോൾ കുറച്ചും കൂടി കാര്യം എളുപ്പമായി. ഇനിയിപ്പോൾ ഇവിടെ ലോസ്റ്റ് വെച്ചിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഡയമണ്ട് ഗൈസ്. ഇവിടെ മൊത്തം സ്കെൽട്ടനോ സോംബിയോ ആണ് ഗൈസ്. അവിടെ കുറച്ച് ഇതുമുണ്ട്, ഡയാണ്. ഇതെല്ലാം നമുക്ക് എടുക്കണം. ഇപ്പോഴത്തെ ലക്ഷ്യം നമുക്ക് ഇത്തിരി ഇത് മാത്രമാണ്, ഡയമണ്ടാണ്. അപ്പോൾ അതിവിടെ എവിടെയും കൊണ്ടുവന്ന് നോക്കാം. ഇവരെ കൊല്ലാൻ നിൽക്കുന്നില്ല. പക്ഷെ ഒരിക്കൽ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരൂ. ആ പീറ്റിങ്ങളെല്ലാം നോക്കാം. ഇപ്പം നമുക്ക് എന്തെല്ലായാലും കുറച്ച് ഡയമണ്ട് കിട്ടുമോ നോക്കാം ഗൈസ്. അവസാനം ഇവിടെ 2 ഡയമണ്ട് കണ്ടിട്ടുണ്ട്. 2 അതിൽ കൂടുതലുണ്ടോയെന്ന് അറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും കുഴിച്ചോ ഇത് മൈൻ ചെയ്ത് നോക്കാം ഗൈസ്. ഇവിടെ 2 ഡയമണ്ട് ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ഇനി വേറെ ഡയമണ്ട് കിട്ടുമോ നോക്കാം. ഇനി എവിടെയെങ്കിലും ഡയമണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കും ഗൈസ്. നമ്മളെ നേരത്തെ കണ്ട വലിയ ഗുഹയിലേക്ക് കുറച്ചും കൂടി താഴേക്ക് വന്നപ്പോൾ ഇവിടെ ഡയമണ്ട് ഉണ്ട്. ഈ ഡയമണ്ട് 2 ഇവിടെ ഒന്നേ ഉള്ളൂ. കുറച്ചൊന്നും ഇങ്ങോട്ടെല്ലാം കുഴിച്ചൊക്കെ കഴിച്ചിട്ടാ. ഇവിടെ വീണ്ടും ഡയമണ്ട് കണ്ട. നമ്മൾ ഒരു ഡയമണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റിനും കുഴിച്ചോക്കണം. അതിൻ്റെ അർത്ഥം വെച്ചാൽ അടുത്ത എവിടെയോ ഡയമണ്ട് എന്നാൽ കണ്ട ഗൈസ്. ഇവിടെ മൈൻ ഷാഫ്റ്റും ഉണ്ട്. ഇങ്ങോട്ടൊന്നും ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഇപ്പം അതിന് മാത്രം സമയമില്ല. ഇപ്പോൾ കിട്ടിയ ഡയമണ്ടും കൊണ്ടുവന്നാൽ വീട്ടിൽ പോവാം ഗൈസ്. അങ്ങനെ ഡയമണ്ട് എല്ലാം കൊണ്ട് സേഫായിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നേരത്തെ ഡയമണ്ട് ഞാൻ പെട്ടിയിൽ വെച്ചായിരുന്നു. ഇപ്പം കിട്ടിയ 2 ഡയമണ്ടും കൂടി കൂട്ടുമ്പോൾ 4 ഡയമണ്ട് ആയിട്ടുണ്ട്. അങ്ങനെ 2 ഡയമണ്ട് 8 ഇത് സ്ലൈവിനൊക്കെ വന്നപ്പോൾ 8 ഇതും കിട്ടിയായിരുന്നു. അപ്പോൾ അതും കൂടി പെട്ടിയിൽ വെക്കാം. അപ്പോൾ നമുക്കൊരു ഫ്രഷ് ഡയമണ്ട് പിക്കാൻ സാധിച്ചില്ല. നമുക്ക് ഈ വീട്ടിൽ ആദ്യത്തെ ഡയമണ്ട് പിക്കാസ് അങ്ങ് ഉണ്ടാക്കാം ഗൈസ്, ക്രിയേറ്റ് ആക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം ഗൈസ്. ഇനി നമുക്കൊരു ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കാം. ഇനി കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ സ്പ്രൂസിൻ്റെ വുഡ് ഇവിടെ നട്ട് വെക്കാം. എന്നിട്ട് ഇത് ബോൺവെയിൽ ചെയ്യണം, എന്നാലേ വളരൂ. അങ്ങനെ നമ്മളിവിടെ സ്പ്രൂസിൻ്റെ വുഡും കൂടി ബോൺവെയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റോൺ വെച്ച് നമുക്ക് നെതറിൻ്റെ റൂഫ് കയറാം. റൂഫെന്ന് വെച്ചാൽ ബെഡ്റോക്കിൻ്റെ മേലെ കയറാനാവില്ല. അത് ബെഡ്റോക്കിൻ്റെ മേലെ കയറാനാവും. പക്ഷേ ബെഡ്റോക്കിൻ്റെ മേലെ നമുക്ക് ഇത് വെക്കാനാവില്ല, ബ്ലോക്ക് വെക്കാനാവില്ല ഈ ബെഡ്റോക്കിൽ. പക്ഷെ നമുക്ക് അതിൻ്റെ മേലെ കയറാൻ ആവശ്യമില്ല. നമുക്കിപ്പോൾ ഹൈ ലെവൽ 19 വരെ പോകണം. അപ്പോൾ മേലെ എത്തിച്ച് നിങ്ങളെ കാണാം. ഇങ്ങനെ മേലെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഓവർ വേൾഡ് പോയി തന്നെ കുറച്ച് ലീഡ്സ് ഒപ്പിച്ചിട്ട് വരാം. ഞാൻ എല്ലായിടത്തും കുറച്ച് മരം നട്ട് വെച്ചിരുന്നു. അത് വീടെടുക്കാനായിട്ടില്ല. അങ്ങനെ കുറേ മരം നട്ട് വെച്ച് അതിൽ ചിലതെല്ലാം വളർത്തിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഷിയർ ഉപയോഗിച്ചിട്ട് ഇത് മൊത്തം വെട്ടിയെടുക്കണം. ഷിയർ ഉപയോഗിച്ചിട്ട് വെട്ടിയെടുത്താലേ നമുക്ക് ഈ ലീവ്സ് എല്ലാം കഴിയൂ. ഇനി നമുക്ക് ഒരുപാട് ലീവ്സ് ഒപ്പിക്കണം. നമുക്ക് നമ്മളെ ഫുൾ ഒരു ഡബിൾ ടെസ്റ്റിൽ ഒരു 1.5 ടെസ്റ്റ് ഇത് വേണ്ടി വരും. ലീവ്സ് വേണം. ഒരു 1.5 ടെസ്റ്റ് ലീഫ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഗാസ്റ്റ് ഫാം ഉണ്ടാക്കണം. ഗൈസ് എന്നാൽ 1.5 സ്റ്റാക്ക് ലീവ്സ് ഒപ്പിച്ചിട്ട് നിങ്ങളെ കാണിക്കും. ഗൈസ് അങ്ങനെ ഇത്രയും ലീവ്സ് ഒപ്പിച്ചിട്ടുണ്ട്. ഇത് മതിയാവുമെന്നറിയില്ല, പക്ഷെ നമുക്കിപ്പോൾ ഇത് അലക്കാലോ. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഗൈസ് എന്നാൽ ഇതെടുത്തിട്ട് ഇനി സേഫായിട്ട് നെതർ പോകണം. ഗൈസ് ഇനി നെതർ പോയിട്ട് കാണാം. നെതറിൽ നമ്മൾ ആക്കാൻ പറ്റിയൊക്കെ പോയിട്ട് സേഫായിട്ട് എത്തിക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ ആക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്നാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം ഞാൻ നേരത്തെ എടുത്ത ഡയമണ്ട് പിക്കസ് നേരത്തെ ഇവിടെ സേഫായിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എടുത്ത ലീവ്സോ ഈ ചാർക്കോൾ കൊണ്ട് കുറച്ച് ലൈറ്റും ഉണ്ടാക്കണം. അതെല്ലാം ആക്കിയിട്ട് ഇവിടെ വെക്കാം ഗൈസ്. അങ്ങനെ ഇതെല്ലാം ഈ ചെസ്റ്റിൽ വെച്ചിട്ട് ഇനി എന്നാ ആക്കണ്ടേ പറയാം. ഗൈസ് ഇനി എന്നാ ഉണ്ടാ വെച്ചാൽ നമ്മളത് സെൻറ്റർ ചൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഈ ചെസ്റ്റ് വെച്ച സ്ഥലത്താണ് ചൂസ് ചെയ്തത്. ഈ ചെസ്റ്റ് വെച്ചെടുക്കുന്ന 4 സൈഡിലേക്ക് 25 ബ്ലോക്ക് കുഴിച്ച് മാറ്റണം. ഗൈസ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതല്ല, കൃത്യം 25 ബ്ലോക്ക് നമ്മൾ കുഴിച്ച് മാറ്റണം. പിന്നെ ഉണ്ടാക്കേണ്ടത് വെച്ചാൽ നെതറിൻ്റെ സോൾസ് ആൻഡ് വെയിൽ തന്നെ ഉണ്ടാക്കണം. സോൾസ് ആൻഡ് വെയിലിൽ ഈ ഗാസ്റ്റ് ഫാം വർക്കാവും. സോൾസ് ആൻഡ് വെയിലിൻ്റെ റൂഫ്മെൻ്റെ 119 കയറുക. കണ്ടില്ല ഗൈസ്, നിങ്ങളെൻ്റെ വൈ ലെവൽ 119 ആണ്. 119 കയറണം. സോൾസ് ആൻഡ് വെയിലിൽ ഇതാവും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക. പിന്നെ റൂഫിൻ്റെ 119 കയറണം. എന്നിട്ട് നമ്മൾ കൃത്യം 125 ബ്ലോക്ക് ഒരു സെൻട്രൽ ബ്ലോക്ക് ചൂസ് ചെയ്യുക. എന്നിട്ട് കൃത്യം 25 ബ്ലോക്ക് നമ്മൾ കുഴിച്ച് മാറ്റണം ഗൈസ്. അങ്ങനെ കുഴിച്ച് മാറ്റണം ഗൈസ്. ഇപ്പോൾ ചെയ്യുന്ന പോലെ വേഗം ഞാൻ ഇതൊന്ന് കുഴിച്ച് വച്ചിട്ടെങ്കിൽ ഞങ്ങളെ കാണിക്കും ഗൈസ്. ഞാനങ്ങനെ 25 ബ്ലോക്ക് കുഴിച്ച് വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ 25 ബ്ലോക്ക് കുഴിച്ച് മാറ്റി ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഈ കണ്ട ഈ നടുവിൽ വെച്ച ഈ ചെസ്റ്റ് ഉണ്ടാ, ഈ നടുവിൽ വെച്ച ചെസ്റ്റിൻ്റെ 4 വശത്തും ഇങ്ങനെ 25 ബ്ലോക്ക് കുഴിച്ച് മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ആ 4 വശം കുഴിച്ച വശം മൊത്തം നമുക്കൊന്ന് മൈൻഡ് ചെയ്ത് മാറ്റണം. കണ്ട ഗൈസ്, ഇങ്ങനെ 25 ബ്ലോക്ക് കുഴിച്ച് വെച്ച് എടുക്കാൻ മൊത്തം ലൈറ്റ് വെക്കണം. എല്ലാവർക്കും ലൈറ്റ് വെച്ചിട്ടില്ലെങ്കിൽ സ്കെൽട്ടൺ സ്പോൺ ആവും. ഈ സോൾസിൻ്റെ ഏരിയയിൽ എല്ലാവർക്കും സ്കെൽട്ടൺ സ്പോൺ ആവും. എന്നിട്ട് കണ്ട ഗൈസ്, ഇങ്ങനെ ഈ വശം മൊത്തം മൈൻഡ് ചെയ്ത് മാറ്റണം. നമ്മൾ ഈ 25 വെച്ച് 4 വശത്തേക്കും പോയിട്ടില്ല, അതിൻ്റെ ഇടയിലുള്ള മൊത്തം ബ്ലോക്കും ഇങ്ങനെ കുഴിച്ച് മാറ്റണം ഗൈസ്. ഞാൻ എന്നാൽ ഇങ്ങനെ മൊത്തം കുഴിച്ച് മാറ്റി നിങ്ങളെ കാണിക്കാം ഗൈസ്. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റൂ. ഞാൻ ആ ഒരു വശം മൊത്തം കുഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി അതേപോലെ ബാക്കിയുള്ള എല്ലാ വശം ഇങ്ങനെ പൊട്ടിച്ച് മാറ്റണം. ഇതൊക്കെയിപ്പോൾ എല്ലായിടയ്ക്കും ലൈറ്റും ചെയ്യണം, അല്ലെങ്കിൽ സ്കെൽട്ടൺ സ്പോൺ ആവും. ആ 25 ബ്ലോക്കിൻ്റെ ഇടയിലുള്ള മൊത്തം ബ്ലോക്ക് കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ആ 3 വശം കൂടി ചെയ്യണം. അതിൻ്റെ ഇടയിൽ ലാവ വന്ന് നമ്മളൊന്ന് ചത്ത് നമ്മളെ ഡയമണ്ട് പിക്കാസ് ഒന്ന് പോയി. പക്ഷെ അതൊന്നും സാരമില്ല, നമുക്ക് ഇനി എന്നാൽ ബാക്കി പണിയെടുക്കാം. എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ബാക്കി ആ 3 വശവും നമ്മൾ ചെയ്യണം. ഇങ്ങനെ 25 ബ്ലോക്കിൻ്റെ ഇടയിലുള്ള മൊത്തം ബ്ലോക്കും നമ്മൾ പൊട്ടിച്ച് മാറ്റണം ഗൈസ്. കണ്ട ഇനി ഇത് ഇത്രയും വശം നമുക്ക് പൊട്ടിച്ച് മാറ്റാനുണ്ട്. അപ്പോൾ പൊട്ടിക്കാൻ തുടങ്ങാം ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ട മനസ്സിലാവും. ഞാൻ ആ 4 വശത്തുള്ള മൊത്തം ബ്ലോക്ക് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം പൊട്ടിച്ച് വെച്ചപ്പോൾ ഗൈസ് ഇതേപോലെ ഉണ്ടാവും. ഇങ്ങനെ മൊത്തമായിട്ട് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലീവ്സ് വെക്കണം ഗൈസ്. അതെങ്ങനെയാണ് ഞാൻ ലീവ്സ് വെക്കേണ്ടതെന്നും പറഞ്ഞുതരാം. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് നമ്മൾ എല്ലായിടയ്ക്കും ഒരു സ്ഥലം പോലും വിട്ട് ലൈറ്റ് വെക്കുക, അല്ലെങ്കിൽ സ്കെൽട്ടൺ സ്പോണായിട്ട് നിങ്ങളെ കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലീവ്സ് വെക്കാൻ തുടങ്ങാം ഗൈസ്. ഞാൻ കുറച്ച് കുഴിച്ച് വെച്ചിരുന്നു, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഇനി നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ 2 ബ്ലോക്ക് ഗ്യാപ്പിൽ ഇങ്ങനെ നമ്മൾ ബ്ലോക്ക് മൈൻ ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ കുഴിച്ച് മാറ്റേണ്ട മേലോട്ട് 2 ബ്ലോക്ക് കുഴിച്ച് മാറ്റണം. കൃത്യം 2 ബ്ലോക്ക് ഇങ്ങനെ കുഴിച്ച് മാറ്റുമ്പോൾ തന്നെ നമ്മൾ മൊത്തം ലീവ്സും വെക്കണം. നമ്മൾ ഇങ്ങനെ 2 ബ്ലോക്ക് കുഴിച്ച് മാറ്റണം. എന്നിട്ട് നമ്മൾ ലീവ്സും വെക്കണം. എങ്ങനെ കാണിച്ചു തരാം ഗൈസ് ഞങ്ങൾക്ക്. ആദ്യം ഇങ്ങനെ മൊത്തമായിട്ട് നമ്മളിങ്ങനെ വെട്ടി മാറ്റണം. 2 ബ്ലോക്ക് ഗ്യാപ്പാണ് അതിൻ്റെ ഇടയിൽ. ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടല്ലോ. ആ ഒരു 2 ബ്ലോക്ക് ഗ്യാപ്പ് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ മൊത്തം കുഴിച്ച് മാറ്റാൻ ഗൈസ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ 2 ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ലീവ്സ് വെക്കണം, അല്ലെങ്കിൽ ഗാസ്റ്റ് സ്പോണായിട്ട് തിരുപ്പി പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി ഈ ബ്ലോക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ലീവ്സ് വെക്കാൻ നോക്കണം. ഒരു ഗ്യാപ്പ് മേലേക്ക് ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മളിങ്ങനെ ലീവ്സ് ഒക്കെ. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല. ആദ്യം നമ്മൾ മേലോട്ടേക്ക് 2 ബ്ലോക്ക് കുഴിച്ച് മാറ്റുക, എന്നിട്ട് നമ്മളിങ്ങനെ ലീവ്സ് വെക്കണം.
അങ്ങനെ ഒരു ഗ്യാപ്പ് ഇടവിട്ട് മൊത്തം ഇങ്ങനെ ലീവ്സ് വെക്കണം ഗൈസ്. ഇനി ഞാൻ ഇത് മൊത്തം ലീവ്സ് വെച്ചിട്ട് നിങ്ങളെ കാണിക്കും ഗൈസ്. ഞാൻ അങ്ങനെ മൊത്തമായിട്ട് ലീവ്സ് വെച്ചിന്. അങ്ങനെ ലീവ്സ് വെച്ചപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗൈസ്, ഇങ്ങനെ ഗസ്റ്റ് സ്പോണിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ടാവും ഗൈസ്. ഇനി നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ലൂട്ട് 3 ഉള്ള സോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ടിയറും ഇതും കിട്ടും, ഗൺ പൗഡറും കിട്ടും. നമ്മളിലേക്ക് ഇപ്പോൾ അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളിപ്പോൾ ഒരു ഏസ് വെച്ചിട്ടാകുമെന്ന് കണ്ടില്ല ഗൈസ്. മിനിറ്റിന് ഇങ്ങനെ സ്പോണോ നമുക്കിങ്ങനെ അടിച്ചടിച്ച് കൊല്ലേണ്ട താമസമേ ഉള്ളൂ ഗൈസ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ റിവെഞ്ച് കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ഒരുപാട് ദ്രോഹിച്ചിന്. നമ്മൾ 1-2 വട്ടമല്ലേ ഇവരെല്ലാം കാരണം ചത്തത്. അപ്പോൾ ഇന്ന് വെച്ചാൽ ഇവരെല്ലാം കൊല്ലുന്ന റിവെഞ്ച് കൂടിയായിരുന്നു ഗൈസ്. അങ്ങനെ ഇപ്പം നല്ലോണം വർക്കാകുന്നുണ്ട് ഈ ഫാം. ഇനി ഈ ടിയർ വെച്ചിട്ട് വേണം, ടിയർ ഒരു സോൾ സാൻഡ് കൂടി ഉപയോഗിച്ച് 8 ടിയറും ഒരു സോൾ സാൻഡും ഉണ്ടെങ്കിൽ നമുക്കൊരു ഹാപ്പി കസ്റ്റൻ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ഹാപ്പി കസ്റ്റൻ ഉണ്ടാക്കിയിട്ട് ഈ വരുന്ന നാളത്തെ എപ്പിസോഡിൽ ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ കണ്ടില്ല, അത്യാവശ്യം നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ ഇതിങ്ങനെ ഫോണായിക്കൊണ്ടിരിക്കുമോ. ഇത് നിങ്ങളോട് പറയാനുള്ള കാര്യം വെച്ചാൽ ഇത് ഉണ്ടാക്കുമ്പോൾ സോൾ സാൻഡ് വേലിയിൽ തന്നെ ഉണ്ടാക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന്. ഇനി എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ഷെയറും ചെയ്യണം. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ കാണുന്ന ഓക്കെ.